മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് കേട്ടതോടെ തന്നെ പാലക്കാട്ടെ CPMൻ്റെ ബോധം പോയിരിക്കുകയാണ്. ആ പാലക്കാട്ട് മറ്റൊരു പ്രമുഖ CPM നേതാവ് PK ശശി കോൺഗ്രസിലേക്ക് വരികയാണ്. കൂടാതെ BJPയുടെ നേതാവും മുൻ പാലക്കാട്ടെ നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരനും കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കേസുകൾ പലത് വന്നിട്ടുണ്ടെങ്കിലും അതിശക്തനായ നേതാവ് തന്നെയാണ് PK ശശി. പാലക്കാട്ട് പകരം വെക്കാനില്ലാത്ത CPM നേതാവ്. ആ PK ശശിയെ തന്നെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമം സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം തന്നെ CPM കേന്ദ്രങ്ങളിൽ ഒരു തീ പിടിച്ച പ്രതീതിയാണുള്ളത്. PK ശശി കോൺഗ്രസിലേക്ക് എത്തിയാൽ ഷൊർണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയേക്കും. രണ്ടും ഇപ്പോൾ CPMൻ്റെ കോട്ടയായി നിൽക്കുകയാണെങ്കിലും ഷൊർണൂരിലെ മുൻ MLA ആയ PK ശശിക്ക് പാർട്ടിക്കപ്പുറത്ത് വലിയ വ്യക്തിബന്ധങ്ങളാണ് ഈ രണ്ടു മണ്ഡലത്തിലും ഉള്ളത്. അതുപോലെ BJP നേതാവ് പ്രമീള ശശിധരനെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയം നമുക്കറിയാം. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അന്ന് പാലക്കാട്ടെ ചെയർപേഴ്സണായിരുന്ന പ്രമീള ശശിധരൻ പരസ്യമായി BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. കൃഷ്ണകുമാർ പ്രമീളയുടെ പാർട്ടിയിലെ ശത്രു എന്നുള്ള നിലയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും സീറ്റ് കൃഷ്ണകുമാറിന് നൽകുന്നതിനെതിരെ പ്രമീള ശശിധരൻ ശക്തമായി പ്രതികരിച്ചിരുന്നു. അങ്ങനെ കൃഷ്ണകുമാറിനെ എതിർത്തുകൊണ്ട് BJPയിൽ നിൽക്കാൻ ഒരാൾക്ക് പാലക്കാട്ട് കഴിയില്ല എന്നുറപ്പാണ്. കൃഷ്ണകുമാറോട് ഇടഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ തന്നെ പാർട്ടി വിട്ടത്. അതേ വഴിയിലാണ് ഇപ്പോൾ പ്രമീളയും ഉള്ളത്. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിയ BJP നേതൃത്വം എന്നാണ് കൃഷ്ണദാസിനെ പൊതുവെ വിമതർ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ PA സുരേഷിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. അതിൽ വലിയ പുരോഗതിയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ, അതും CPMൻ്റെ കോട്ടയായ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സുരേഷിനെ കോൺഗ്രസിലെത്തിക്കാൻ ചർച്ച നടത്തിക്കഴിഞ്ഞത്. മണ്ഡലത്തിൽ സുരേഷ് മത്സരിച്ചാൽ വിജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കണക്കുകൂട്ടൽ. ദീർഘകാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സുരേഷ് കൽമണ്ഡപം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഒരു സമയത്ത്. അന്ന് 2002 VSനൊപ്പം അദ്ദേഹം ചേരുന്നത്. 2008 പാർട്ടി വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന കാരണത്താൽ സുരേഷിനെ പാർട്ടി നടപടിയെടുത്തു. പക്ഷേ അതെല്ലാം പിണറായിക്ക് VSനെ തകർത്തുകൊണ്ട് പാർട്ടി പിടിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ സുരേഷ് തന്നെ നൽകാൻ പോകുന്നതെന്നും ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന 3 പ്രമുഖർ കോൺഗ്രസിലെത്തുമ്പോൾ 100 കണക്കിന് അണികളും അവർക്കൊപ്പം ഉണ്ടാകുമെന്നുറപ്പാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് ജില്ലയിലെത്തുമ്പോഴേക്കും ഈ നേതാക്കളുടെ കോൺഗ്രസ് പാർട്ടി പ്രവേശനം ഏതാണ്ട് ഉറപ്പാക്കും. ഏതായാലും പാലക്കാട് പോലെയുള്ള CPMൻ്റെ കോട്ടയിൽ ഈ മാറ്റം UDFനും കോൺഗ്രസിനും വലിയ മുന്നേറ്റമായിരിക്കും നൽകാൻ പോകുന്നത്.